ഒരിക്കലും ഹൈപ്പ് നോക്കി നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. ആ ദൈവദാസൻ പ്രശസ്തനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനോട് കൂടെ ബന്ധം സ്ഥാപിക്കാം. ആ ദൈവദാസൻ്റെ കൂടെ നിന്നാൽ നമുക്ക് വേദി കിട്ടും. ആ ദൈവദാസൻ്റെ കൂടെ നിന്നാൽ നമുക്ക് പണം സമ്പാദിക്കാം. അങ്ങനെ സ്പിരിച്വൽ ലൈഫിനകത്ത് പ്രശസ്തി നോക്കിയോ പണം നോക്കിയോ മീറ്റിങ്ങുകളുടെ എണ്ണം നോക്കിയോ ഒരിക്കലും ബന്ധം സ്ഥാപിക്കരുത്. ആത്മമണ്ഡലത്തിൽ ഒരു വർധനവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്പിരിച്വൽ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, സ്പിരിച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നവരുമായി മാത്രം ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ബന്ധങ്ങൾ നമ്മളെ ലോക്ക് ചെയ്യും, ചില ബന്ധങ്ങൾ നമ്മളെ അൺലോക്ക് ചെയ്യും. അതായത് ചില ബന്ധങ്ങൾ നമ്മെ ഒരു പരിധി വിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയില്ല. ചില ബന്ധങ്ങളുമായി കൂട്ടിമുട്ടുമ്പോൾ തന്നെ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശം. ബന്ധങ്ങൾ ബന്ധനമാകരുതെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും വളരെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ പരിശോധിച്ച് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വിശുദ്ധ ബൈബിളിൽ യേശു പത്രോസിനെ ശാസിക്കുന്ന ഒരു ഭാഗമുണ്ട്. യേശു കർത്താവ് തൻ്റെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് പറയുന്നു, ഏലിയാവ് തീയിറക്കിയതുപോലെ നീയും തീയിറക്കി അവരെ ദഹിപ്പിക്കണം. നിയോഗത്തെ മാറ്റുവാൻ പത്രോസ് അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമാകുന്ന ഒരു മറുപടി, അല്ലെങ്കിൽ ആ നിയോഗത്തെ തന്നെ എടുത്തു മാറ്റുന്ന രീതിയിലുള്ള മറുപടി പത്രോസിൽ നിന്ന് വന്നപ്പോൾ യേശു പത്രോസിനെ ശാസിച്ചു. നിയോഗങ്ങൾക്ക് തടസ്സമായി, കാഴ്ചപ്പാടുകൾക്ക് തടസ്സമായി, ദൈവിക പദ്ധതികൾക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് ബന്ധമായിക്കൊള്ളട്ടെ അതിനെ ഉപേക്ഷിക്കണമെന്നാണ് യേശു നമ്മെ പഠിപ്പിച്ച പാഠം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്പിരിച്വൽ കണക്ഷൻ ഏറ്റവും മനോഹരമുള്ളതായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പൗലോസ് ബർന്നബാസിനോടൊപ്പമാണ് ആദ്യത്തെ മിഷണറി യാത്ര ആരംഭിച്ചത്. രണ്ടാമത്തെ മിഷണറി യാത്രയിലേക്ക് വരുമ്പോൾ, പിന്നത്തേതിലെ മിഷണറി യാത്രയിലേക്ക് വരുമ്പോൾ അവിടെ ബർന്നബാസിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പകരം ശീലാസാണ് പൗലോസിനോടൊപ്പം സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടി വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ബർന്നബാസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രവാചകനാണ്, ഒരു അപ്പോസ്തോലനാണ്. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനും ഒരു അപ്പോസ്തോലനാണ്. ഇതിനു മുൻപ് ഒന്നാം മിഷണറി യാത്രയിൽ അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് യാത്ര ചെയ്തത്. എന്നാൽ ഈ സമയത്ത് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രവാചക ഓഫീസിൽ, പ്രൊഫറ്റിക് ഓഫീസിൽ നിൽക്കുന്ന മനുഷ്യനല്ല, മറിച്ച് ഒരു പ്രവാചക നിലയിൽ നിന്നും ഒരു അപ്പോസ്റ്റോലിക് മിനിസ്ട്രിയിലേക്ക് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചു. എന്നാൽ ശീലാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രവാചകനാണ് എന്ന് വേദ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പ്രവാചകനും അപ്പോസ്തോലനും. രണ്ടാം മിഷണറി യാത്ര തുടങ്ങുന്നത് പൗലോസും ശീലാസും ഒരുമിച്ച് യാത്ര തിരിക്കുകയാണ്. ആസിയയിലേക്ക് പോകുവാൻ വിലക്ക് സംഭവിച്ചു. എന്നാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ മക്കദോനിയയിൽ നിന്ന് ഒരു കോളിംഗ് ഉണ്ടായി. നിങ്ങൾ ശ്രദ്ധിക്കണം, പലതരത്തിലുള്ള വഴിത്തിരിവുകൾ നിറഞ്ഞ വലിയൊരു മിഷണറി യാത്ര. പൗലോസ് ബർന്നബാസിനോടൊപ്പമുള്ള ആ ബന്ധത്തെക്കാൾ ഏറ്റവും മനോഹരവും അനുഗ്രഹവും വഴിത്തിരിവുകളും സംഭവിച്ച യാത്രകളായിരുന്നു ശീലാസുമായി ഒരുമിച്ചിട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. ബർന്നബാസ് നല്ലവനല്ലെന്നോ ബർന്നബാസിൻ്റെ ബന്ധനമായിരുന്നുവെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആ കണക്ഷൻ ബർന്നബാസിനോടൊപ്പമുള്ള ആ കണക്ഷനേക്കാൾ ദൈവത്തിന് കൂടുതൽ, ദൈവരാജ്യത്തിന് മനോഹരമായ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശീലാസുമായിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ശീലാസിനോടൊപ്പമുള്ള യാത്രയിലാണ് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകിയത്. കാരാഗ്രഹത്തിലുണ്ടായിരുന്ന കുറ്റവാളികൾ മൊത്തം രക്ഷിക്കപ്പെടുന്ന നിലയിൽ
വലിയ ഒരു ദൈവമഹത്വം അവരുടെ യാത്രയിൽ ഉണ്ടാകുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്പിരിച്വൽ കണക്ഷൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വളർത്തുന്ന, നിങ്ങളുടെ ശുശ്രൂഷയെ വളർത്തുന്ന, നിങ്ങളെ എപ്പോഴും കൈത്താങ്ങുന്ന റിലേഷൻഷിപ്പ് മാത്രം കീപ്പ് ചെയ്യുവാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോഴും നെഗറ്റീവ് പറയുകയും എപ്പോഴും അവിശ്വാസം പറയുകയും ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കൂട്ടുപിടിച്ചാൽ, നിങ്ങളും എപ്പോഴും നെഗറ്റീവ് പറയുകയും എപ്പോഴും അവിശ്വാസം പറയുകയും ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം ജീവിക്കുന്ന ഒരു മനുഷ്യനായി മാറും. പക്ഷേ എപ്പോഴും സൂപ്പർ നാച്ചുറൽ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും എപ്പോഴും ഫെയ്ത്ത് റിലം ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോട് കൂടെയാണ് നിങ്ങളുടെ ബന്ധമെങ്കിൽ നിങ്ങളുടെ ഫെയ്ത്ത് റിലവും വളരുവാനിടയാകും. നിങ്ങളും സൂപ്പർ നാച്ചുറൽ റിലത്തിലേക്ക് പ്രവേശിക്കുവാനിടയാകും. നിങ്ങളെ വളർത്തുന്ന ഒരു മനുഷ്യനോടൊപ്പമാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ നിങ്ങൾ വളരുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വാർത്ഥതയില്ലാത്ത, എപ്പോഴും വളർത്തുകയും നമ്മെ എപ്പോഴും കരുതുകയും ചെയ്യുന്ന ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ സ്പിരിച്വൽ ലൈഫിൽ. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരോട് ഞാൻ പറയുന്നു, നമ്മുടെ ബന്ധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബന്ധങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. സ്പിരിച്വൽ റിലേഷൻഷിപ്പ് കേരളത്തിൽ ഒത്തിരി ദൈവദാസന്മാരുണ്ട്. എല്ലാ ദൈവദാസന്മാരുമായിട്ട് ബന്ധം കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. പ്രിയമുള്ളവരെ, പല ദൈവദാസന്മാരും നമ്മെ അടിച്ചമർത്താനും കീഴിൽ നിർത്തുവാനും നമ്മെ ഒരു അടിമയാക്കുവാനും ശ്രമിക്കുമ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് യുവ ദൈവദാസന്മാരോട്, യുവ പ്രഭാഷകരോട്, യുവ സുവിശേഷകന്മാരോട് ഞാൻ കൈമാറുന്നു. നിങ്ങളുടെ ബന്ധം വളരെ സസൂക്ഷ്മം വാച്ച് ചെയ്യുക. ഒരിക്കലും ഹൈപ്പ് നോക്കി നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. ആ ദൈവദാസൻ പ്രശസ്തനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനോട് കൂടെ ബന്ധം സ്ഥാപിക്കാം. ആ ദൈവദാസൻ്റെ കൂടെ നിന്നാൽ നമുക്ക് വേദി കിട്ടും. ആ ദൈവദാസൻ്റെ കൂടെ നിന്നാൽ നമുക്ക് പണം സമ്പാദിക്കാം. അങ്ങനെ സ്പിരിച്വൽ ലൈഫിനകത്ത് പ്രശസ്തി നോക്കിയോ പണം നോക്കിയോ മീറ്റിങ്ങുകളുടെ എണ്ണം നോക്കിയോ ഒരിക്കലും ബന്ധം സ്ഥാപിക്കരുത്. അദ്ദേഹത്തിൻ്റെ അഭിഷേകത്തെ മാത്രം മാനിച്ച്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ മാനിച്ച്, അദ്ദേഹത്തിൻ്റെ മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ രീതികൾ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വാർത്ഥതയുള്ള ഉപദേശങ്ങളാണോ, വളർത്തുന്ന ഉപദേശങ്ങളാണോ, ഇതെല്ലാം വളരെയധികം നിങ്ങൾ ചെക്ക് ചെയ്യുവാനിടയാകണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരിക്കലും പ്രശസ്തിയുടെ പുറകിലും ഒരിക്കലും അങ്ങനെയുള്ള സമ്പാദ്യത്തിൻ്റെ പുറകിലും നിങ്ങൾ പോകരുത്. സ്പിരിച്വൽ റിലേഷൻഷിപ്പ് വളരെ കെയർ ചെയ്യുക, വളരെ സസൂക്ഷ്മം വാച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മരിക്കുന്നതിന് മുൻപ് നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് നിങ്ങൾ എത്തിയിരിക്കും. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ യാത്ര ഒരിക്കലും നഷ്ടത്തിൻ്റെ യാത്രകളായിരിക്കില്ല. നിങ്ങളുടെ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് കറക്റ്റാണെങ്കിൽ, നല്ല ഒരു ആത്മീക ബന്ധത്തിന് നിങ്ങൾ ഉടമയാണെങ്കിൽ, നിങ്ങളുടെ വാക്തത്വത്തിന് അത് വലിയ പ്രയോജനകരമാകുമെന്ന് ഞാൻ മുന്നമേ തന്നെ ഓർമ്മിപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ നിങ്ങളെല്ലാവരും എടുത്തു നോക്കിക്കോ. എപ്പോഴും ദൈവം ചിലരെ സ്പെഷ്യലായിട്ട് ചില സ്പിരിച്വൽ റിലേഷൻഷിപ്പ് കൊടുത്ത് ദൈവം മാനിക്കും. ദാനിയേലിനോടൊപ്പം 3 ചെറുപ്പക്കാരുണ്ടായിരുന്നു, ശക്തന്മാരായ 3 കൂട്ടുകെട്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ ആത്മബന്ധം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അവർ തീ മുമ്പിൽ കത്തുമ്പോഴും ആളിക്കത്തുമ്പോഴും ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ ആ സ്നേഹം മറന്ന് ആത്മമണ്ഡലത്തിൽ ഒരു വലിയ നിലപാടോടുകൂടി നിലകൊണ്ടവരാണ് ആ 3 പേരും. ശക്തമായ സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ് ദാനിയേലിന് ദൈവം കൊടുത്തത്. യോശുവയ്ക്ക് ദൈവം കൊടുത്തത് ശക്തമായൊരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. കാലേബ് എന്ന് പറയുന്ന മനുഷ്യൻ, ഞാനൊരു കാര്യം വിളിച്ച് പറയാം, നിങ്ങളുടെ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അത്തരത്തിലായിരിക്കും നിങ്ങളുടെ
മുന്നോട്ടുള്ള ശുശ്രൂഷയെ അല്ലെങ്കിൽ ആത്മമണ്ഡലത്തെ ദൈവം നോക്കിക്കാണുന്നത്. ഏലിയും ശമൂവേലും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനിടയായി. ഏലി എന്ന് പറയുന്ന മനുഷ്യന് കണ്ണിൻ്റെ കാഴ്ചയില്ല. ഒരു പരാജിതനായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത് അദ്ദേഹത്തെ. എന്നാൽ ദൈവശബ്ദം കേട്ട് പരിചയമുള്ളവനായിരുന്നു ഏലി. ദൈവശബ്ദം കേട്ട് പരിചയമുള്ളവനായിരുന്നു ഏലി. ആ ഏലിയുമായിട്ട് ശമൂവേൽ കൂട്ടിമുട്ടിയത് ശമൂവേലിൻ്റെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം ദൈവശബ്ദം കേട്ടാൽ അത് ദൈവശബ്ദമാണ്. ആ ദൈവശബ്ദത്തോട് പ്രതികരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഏലി ഉണ്ടെങ്കിൽ ശമൂവേലേ, നീ ദൈവശബ്ദം കേൾക്കാതിരിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള സ്പിരിച്വൽ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ കർത്താവ് കേട്ടട്ടെ. ദൈവം നിങ്ങൾക്ക് പുതിയ പുതിയ ആത്മീക ബന്ധങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ബന്ധങ്ങൾ നിങ്ങൾക്ക് തരുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ഗാഡ് ബ്ലസ് യു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.